നമസ്കാരം. ഇറാനിലെ പുതിയ സുപ്രീം ലീഡർ മുജ്തബ ഖമേനി എവിടെയാണ്? ജീവനോടെയുണ്ടോ? ആരാണ് യഥാർത്ഥത്തിൽ രാജ്യത്തെ നിയന്ത്രിക്കുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ലോകരാഷ്ട്രീയത്തിൽ വൻ ആശങ്കകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പരസ്യവേദികളിൽ ഒരിക്കൽ പോലും പ്രത്യക്ഷപ്പെടാത്ത ഒരു നേതാവ് രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിഞ്ഞ് രാജ്യത്തെ നിയന്ത്രിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ അതിന്റെ രാഷ്ട്രീയ അർത്ഥം വളരെ ഗുരുതരമാണ്. അമേരിക്ക ഇറാൻ സംഘർഷം കത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇറാന്റെ നേതൃത്വത്തെക്കുറിച്ചുള്ള അനിശ്ചിതത്വം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മുൻ സുപ്രീം ലീഡർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ അധികാരത്തിലെത്തിയ മുജ്തബ ഖമേനി പൊതുവേദികളിൽ നിന്ന് അപ്രത്യക്ഷനായി. ആരോഗ്യ പ്രശ്നങ്ങളും സുരക്ഷാ ഭീഷണികളും കാരണം രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ഇറാനിൽ യഥാർത്ഥത്തിൽ ആരാണ് ഭരണനിർണയങ്ങൾ കൈക്കൊള്ളുന്നത് എന്ന സംശയം ശക്തമായി ഉയർന്നിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി പൊതുവേദികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ശാരീരികമായി അവശനായതിനാൽ ആണ് എന്ന് ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. US ആക്രമണത്തിൽ മുജ്തബയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ട്. സമൂഹ മാധ്യമങ്ങളിലെ പ്രസ്താവനകളിലൂടെയോ ടെലിവിഷനുകളിലൂടെയോ മാത്രമാണ് അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ പുറത്തുവരുന്നത്. ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ പിതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരുന്നു. സുരക്ഷാ ഭീഷണി മൂലം മുജ്തബ രഹസ്യ താവളത്തിലാണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അദ്ദേഹം താമസിക്കുന്ന സ്ഥലം US ഇസ്രയേലോ കണ്ടെത്തുമെന്ന ഭയത്താൽ റവല്യൂഷണറി ഗാർഡ് കമാൻഡർമാരോ മുതിർന്ന ഉദ്യോഗസ്ഥരോ അദ്ദേഹത്തെ നേരിട്ട് സന്ദർശിക്കുന്നത് പോലുമില്ല. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെങ്കിലും അദ്ദേഹം മാനസികമായി പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിരീക്ഷണം ഒഴിവാക്കാൻ അതീവ രഹസ്യമായ രീതിയിലാണ് ആശയവിനിമയം നടക്കുന്നത്. സന്ദേശങ്ങൾ കൈപ്പടയിൽ എഴുതി കവറിലാക്കി വിശ്വസ്തരായ ആളുകളുടെ ശൃംഖല വഴി മുജ്തബയ്ക്ക് കൈമാറും. കാറുകളിലും ബൈക്കുകളിലുമായി ഇട റോഡുകളിലൂടെ സഞ്ചരിച്ചാണ് സന്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. തിരിച്ചും സന്ദേശങ്ങൾ ഈ രീതിയിൽ കൈമാറപ്പെടും. മുജ്തബയ്ക്ക് ചുറ്റും എപ്പോഴും ഡോക്ടർമാരുടെ ഒരു സംഘമുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ കൂടിയായ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ആരോഗ്യ മന്ത്രിയുമാണ് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത്. തന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിനെ എക്സിലൂടെ മുജ്തബ വിമർശിച്ചു. രാജ്യത്തിന്റെ ഐക്യത്തെയും സുരക്ഷയെയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള ശത്രുക്കളുടെ മാധ്യമ പ്രവർത്തനമാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ ഇറാനിലെ യഥാർത്ഥ അധികാരം സൈനിക വിഭാഗങ്ങളിലേക്ക് മാറുന്നുവെന്ന വിലയിരുത്തലുകളും ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേതൃത്വം പ്രധാന തീരുമാനങ്ങളിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതായത് ഔദ്യോഗികമായി ഖമേനി നേതാവായിരിക്കുമ്പോഴും യഥാർത്ഥ നിയന്ത്രണം പിന്നാമ്പുറത്ത് നിന്ന് മറ്റൊരു ശക്തിയുടെ കൈകളിലാണ് എന്ന് സാരം. ഇതിന്റെ രാഷ്ട്രീയ പ്രതിഫലനം വലുതാണ്. ഒരു ശക്തമായ കേന്ദ്ര നേതൃത്വം ഇല്ലാത്ത സാഹചര്യത്തിൽ പോലും ഇറാൻ നിലകൊള്ളുന്നത് അതിന്റെ സൈനിക രാഷ്ട്രീയ സംവിധാനത്തിന്റെ ശക്തി എന്താണ് എന്ന് വെളിവാക്കുകയാണ്. അതേസമയം ഇതൊരു അധികാര ശൂന്യതയിലേക്കോ അല്ലെങ്കിൽ കടുത്ത സൈനിക നിയന്ത്രണത്തിലേക്കോ നയിക്കാമെന്ന ഭീഷണിയും നിലനിൽക്കുന്നു. അമേരിക്കയ്ക്കും ഇതൊരു വലിയ വെല്ലുവിളിയാണ്. നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് ഇല്ലാത്തപ്പോൾ സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണ്. ഇതിനകം തന്നെ ചർച്ചകൾ വൈകുന്നത് ഈ നേതൃ അനിശ്ചിതത്വം ഒരു കാരണമാണ് എന്ന വിലയിരുത്തലുകളും ഇതേ സമയം പുറത്തേക്ക് വരികയാണ്.